പച്ചവെള്ളം, സാധാ വെള്ളം, മഞ്ഞപ്പൊടി ഇടുക, നല്ല ശുദ്ധമായ മഞ്ഞപ്പൊടി വെള്ളം ചൂടാക്കുക. ഒരു സൈഡ് തളർന്ന് പ്രഷർ കൂടിയിട്ട് ഒരു ഭാഗം തളർന്ന് ഒരു കൈ ഒരു കാലും എങ്ങനെ നടക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. എന്താ പറയുക, ഓപ്പറേഷൻ ചെയ്തിട്ട് പോലും സലാമത്താവാത്തൊരു വിഷയമാണത്. പിന്നെ അൽഹംദുലില്ലാ ദുആ ചെയ്യുക, അല്ലെങ്കിൽ അല്ലാഹു ശിഫ നൽകട്ടെ. ഒരു വർഷത്തിൻ്റെ അടുത്തായി ഇങ്ങനെ കാണുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വീൽ ചെയറിൽ വെയിലെല്ലാം കൊണ്ടുവന്ന ആൾക്കാർ നടന്നു പോകുന്നതെല്ലാം കാണും. അപ്പോൾ ഒരു പ്രതീക്ഷയിൽ വന്നു. അതിനുശേഷം ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ നമ്മളെ ജമാലുദ്ദീൻ വൈദ്യരെ പറ്റിയിട്ട് കണ്ടതും തിരുനാവായിലേക്ക് വിളിച്ചിട്ട് ഇങ്ങനെ ടോക്കൺ ബുക്ക് ചെയ്ത് അങ്ങനെ അവിടെ പോയിട്ട് ഡോക്ടറെ കാണിച്ച് അൽഹംദുലില്ലാ ഏകദേശം ഒരു 2 ആഴ്ചൻ്റെ ഉള്ളിൽ തന്നെ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ നിർദ്ദേശാനുസരണം ഞാൻ എൻ്റെ തൈലം തേക്കുകയും അതുപോലെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലെല്ലാം നല്ല മാറ്റം ഉണ്ടായിന്. ഏകദേശം ഒരു 3 ആഴ്ച കണ്ടിന്യൂ ആയിട്ട് തെച്ചപ്പോൾ ഡോക്ടർ എൻ്റെ ആവശ്യമില്ല, കാരണം അൽഹംദുലില്ലാ നല്ല റാഹത്തിലുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യണമെന്നൊക്കെയാണ് പറഞ്ഞത്. ഇപ്പോൾ റിപ്പോർട്ട് അയച്ചിട്ട് കണ്ടതിന് ശേഷം ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇതിൽ നിന്ന് തന്നെ അങ്ങോട്ട് ഇൻഷാ അല്ലാഹ് ശിഫ കിട്ടും എന്നുള്ള പരിപൂർണ്ണ വിശ്വാസം. എന്താ പറയുക, ഓപ്പറേഷൻ ചെയ്തിട്ട് പോലും സലാമത്താവാത്തൊരു വിഷയമാണത്. പിന്നെ അൽഹംദുലില്ലാ ദുആ ചെയ്യുക, അല്ലെങ്കിൽ അല്ലാഹു ശിഫ നൽകട്ടെ. ഞാൻ നിങ്ങൾക്കൊരു മരുന്ന് തന്നയക്കാം. 11 വർഷമായിരുന്നു തളർന്നിട്ട്. ഇപ്പോൾ വൈദ്യരെ കണ്ടതിന് ശേഷം എങ്ങനെ ഒരു ആശ്വാസം ഉണ്ട്. ഓക്കെ, ഈ വൈദ്യരെ പറ്റിയിട്ട് നേരത്തെ ഇങ്ങനെ കേട്ടിട്ട് എടുത്തേക്ക് വന്നതാ? കേട്ടിട്ട് വന്നു. ഇപ്പോൾ വൈദ്യരെ കണ്ടതിന് ശേഷമുള്ള അഭിപ്രായം എങ്ങനെ? ശരിയാവും ശരിയാവുന്നൊരു അഭിപ്രായമുണ്ട്. അതിന് പ്രശ്നമൊക്കെ ഇല്ല. ഒരു സൈഡ് തളർന്ന് പ്രഷർ കൂടിയിട്ട് ഒരു ഭാഗം തളർന്ന് ഒരു കൈ ഒരു കാലും തളർന്നു. ഇപ്പൊ വൈദ്യരെ കാണിച്ചപ്പോ ഇതിൽ മാറ്റം കാണുന്നുണ്ടോ? ചെറിയൊരു ആശ്വാസം കാണുന്നുണ്ട്. ഇപ്പൊ നടക്കാൻ വല്ല ബുദ്ധിമുട്ട് ഇല്ല. മുംബൈയിലെ ബുദ്ധിമുട്ടില്ല. കുറച്ച് വന്നാൽ ചെറിയ എളുപ്പം ധൈര്യം കാണുന്നു നമുക്ക്. ധൈര്യമില്ല. വൈദ്യര് ചികിത്സ ആരംഭിക്കുന്ന കാര്യം പറഞ്ഞു. തെറാപ്പി ഇട്ട് തുടങ്ങുന്ന അപ്പം വാങ്ങുന്നത്. തെറാപ്പി പറഞ്ഞ ഈ രോഗനിർണയത്തിൽ ചെറിയൊരു ആശ്വാസം കാണുന്നുണ്ട്. ഒന്ന് നടന്നിട്ട് കാണിച്ചു തരാമോ? നടക്കുക കയ്യും എങ്ങനെ നടക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഇൻഷാ മാറ്റമുണ്ട്. എനിക്ക് മുട്ടിൻ്റെ പ്രശ്നമാണ്. ഇപ്പം മുട്ട് മടക്കാൻ പറ്റുന്നു. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ വ്യത്യാസം കുറേയുണ്ട്. മുമ്പ് എങ്ങനെയായിരുന്നു, ഇപ്പോൾ എങ്ങനെയാണ്? മുമ്പ് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മടക്കാൻ പറ്റാത്തൊരു സന്ദർഭമാണ്. ഇപ്പം ഇൻഷാ അല്ലാഹ് മടക്കാൻ പറ്റുന്നുണ്ട്. കുറേ ഡോക്ടർമാരെ കാണിച്ചിരുന്നു, മംഗലാപുരമൊക്കെ കാണിച്ചിരുന്നു. അപ്പം ഓപ്പറേഷൻ ചെയ്യണമെന്നൊക്കെയാണ് പറഞ്ഞത്. ഇപ്പോൾ റിപ്പോർട്ട് അയച്ചിട്ട് കണ്ടതിന് ശേഷം ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇതിൽ നിന്ന് തന്നെ അങ്ങോട്ട് ഇൻഷാ അല്ലാഹ് ശിഫ കിട്ടും എന്നുള്ള പരിപൂർണ്ണ വിശ്വാസം. ശിഫ കിട്ടുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. പച്ചവെള്ളം, സാധാ വെള്ളം, മഞ്ഞപ്പൊടി ഇടുക, നല്ല ശുദ്ധമായ മഞ്ഞപ്പൊടി വെള്ളം ചൂടാക്കുക. എന്നിട്ട് കാൽമുട്ട് താഴ്ത്തി മൊത്തം തുടയ്ക്കുക, ചെറിയ ചൂടുവെള്ളം കൊണ്ട്. ഉണങ്ങി തുടങ്ങി തളച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഞാനൊരു ബാബ് തന്നയക്കാം. ആ ബാബ് തേച്ച് കൊടുക്കുക. ഉണങ്ങി തുടങ്ങി തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം 15 ദിവസം 2 നേരം കൃത്യമായിട്ട് ചെയ്താൽ ഈ മുറിവെല്ലാം അവിടെ ഉണങ്ങി കിട്ടും. ബാക്കി നമുക്ക് ആലോചിക്കാം കേട്ടോ. അള്ളാഹുവിന് അനുഗ്രഹം ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഞാനിവിടെ, അല്ലെങ്കിൽ മേൽപ്പറമ്പ്, എവിടെയെങ്കിലും ഒരു 15 ദിവസത്തിനുള്ളിൽ ഞാനുണ്ടാവും ഇൻഷാ അല്ലാഹ്. അന്നേരം നിങ്ങൾ വീട് വന്ന് കാണിക്കണം തന്നെ കേട്ടോ. അപ്പോൾ പുറത്ത് നോക്കണ്ട, കാണിക്കണ്ടേ. മുട്ടുവേദന ഉണ്ട്. ഇവിടേക്ക് വരാനുള്ള കാരണം എന്താണ്? കാരണം മൊബൈലിൽ ഇങ്ങനെ കണ്ടതുകൊണ്ട് വന്നത്. മുട്ടുവേദനയ്ക്ക് എത്ര വർഷമായിട്ട്? 4 വർഷമായി. ഇതുവരെ ഒരു മാറ്റം ഉണ്ടായിരുന്നു? ഇല്ല, ഒരു മാറ്റമില്ല. മരുന്ന് കഴിക്കുമ്പോൾ കുറച്ച് വേദനയുണ്ട്, പിന്നെ പിന്നീട് അതേപോലെ തന്നെ.
അപ്പോൾ ഇത് കേട്ടറിഞ്ഞിട്ടാണ് ഇപ്പോൾ വൈദ്യരെടുത്ത് വന്നത്. ഒരു പ്രതീക്ഷയാണ്. ഒരു പ്രതീക്ഷയുണ്ട്. എവിടെ നിന്നാണ് നിങ്ങൾ വരുന്നത്? ഞങ്ങൾ ഇവിടെ നെല്ലിക്കട്ട നെല്ലിക്കട്ട പാടി കുറേ കിലോമീറ്റർ ചെർക്കള കഴിഞ്ഞിട്ട് ചെർക്കളത്തിൽ നിന്ന് ഇവിടത്തേക്ക് കാഞ്ഞങ്ങാട്ടേക്ക് വന്നു. ഏകദേശം 25 കിലോമീറ്റർ. അപ്പോൾ ഇവിടെ ഒരു പ്രതീക്ഷയുണ്ട് വൈദ്യരെടുത്ത്. അപ്പം നമ്മൾ മൊബൈലിൽ നോക്കുമ്പോൾ കുറേ ഒരു വർഷത്തിൻ്റെ അടുത്തായി ഇങ്ങനെ കാണുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വീൽചെയറിലോ വൈലുവില്ലെല്ലാം കൊണ്ടുവന്ന ആൾക്കാർ നടന്നു പോകുന്നതെല്ലാം കാണും. അപ്പോൾ ഒരു പ്രതീക്ഷയിൽ വന്നു നമുക്ക് സുഖമായാലായില്ലെന്ന്. നമ്മളിപ്പോൾ ഈ മെഡിക്കൽ ക്യാമ്പ് ബെല്ലാക്കടപ്പുറം അബ്രാർ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അത് സംഘടിപ്പിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒരു 5-6 മാസം മുമ്പ് എനിക്ക് കാലുവേദന അനുഭവപ്പെട്ടതിൻ്റെ പേരിൽ ഞാൻ മംഗലാപുരം ഹോസ്പിറ്റലിൽ പോയിട്ട് കുറച്ച് ചികിത്സയെല്ലാം നടത്തി. അപ്പോൾ അവിടെ നിന്ന് മസിൽസ് വീക്കാകുന്നതുകൊണ്ട് അങ്ങനത്തെ ബുദ്ധിമുട്ടെല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കുറച്ച് ടാബ്ലറ്റ് മരുന്നെല്ലാം കഴിച്ചു. പക്ഷേ ഏകദേശം 1 മാസത്തിനടുക്ക് കഴിച്ചിട്ട് ഒരു മാറ്റമൊന്നും കണ്ടിട്ടില്ല. അതിനുശേഷം ഞാൻ പിന്നെ ഫിസിയോതെറാപ്പി ഏകദേശം 1 മാസത്തിന് മുകളിൽ ഫിസിയോതെറാപ്പി ചെയ്ത് പിന്നെ ഞാൻ ഇവിടെ അടുത്തുള്ള ഒരു ചികിത്സാ കേന്ദ്രത്തിൽ തടവലും മരുന്നെല്ലാം വെച്ചിട്ട് അങ്ങനെ നോക്കി. അതിനുശേഷമാണ് ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ നമ്മളെ ജമാലുദ്ദീൻ വൈദ്യരെ പറ്റിയിട്ട് കണ്ടതും തിരുനാവായിലേക്ക് വിളിച്ചിട്ട് ഇങ്ങനെ ടോക്കൺ ബുക്ക് ചെയ്ത് അങ്ങനെ അവിടെ പോയിട്ട് ഡോക്ടറെ കാണിച്ച് അൽഹംദുലില്ലാ ഏകദേശം 2 ആഴ്ചൻ്റെ ഉള്ളിൽ തന്നെ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ നിർദ്ദേശാനുസരണം ഞാൻ എൻ്റെ തൈലം തേക്കുകയും അതുപോലെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലെല്ലാം നല്ല മാറ്റം ഉണ്ടായിന്. ഏകദേശം ഒരു 3 ആഴ്ച കണ്ടിന്യൂ ആയിട്ട് തെച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു എൻ്റെ ആവശ്യമില്ല, കാരണം അൽഹംദുലില്ലാ നല്ല റാഹത്തിലുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് നല്ല മുമ്പത്തേനായിട്ട് എത്രയോ മെച്ചമുണ്ട്. ഇപ്പം അങ്ങനത്തെ ഒരു കാലിൻ്റെ ബാലൻസ് കുറവ് അങ്ങനത്തെ ഡോക്ടർ പറഞ്ഞത് തന്നെ എൻ്റെ ഞരമ്പ് ചെറിയൊരു വീക്ക് എന്നാണ് പറഞ്ഞത്. കാരണം അത് മസിൽസിൻ്റെ ഇതല്ല ഞരമ്പ്, ബാക്കി എല്ലാവരും മസിൽസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു ഇതിലാണ് ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുന്ന രോഗികളും അങ്ങനത്തെ ആൾക്കാരും പല ആൾക്കാരും നിസ്കരിക്കാൻ പറ്റാത്ത അങ്ങനത്തെ എല്ലാം ഉണ്ട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടൊന്ന് ചികിത്സ നടത്തണം എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മുടെ അബ്രാർ എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ നമ്മളിവിടെ ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കാൻ കാരണമായത്. പരിചയത്തിലുള്ളതാണ് നമ്മളിപ്പോൾ ശരിക്ക് ഇപ്പോൾ തിരുനാവായ ദൂരമായതുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ആരും അങ്ങനെ എത്തിപ്പെട്ടില്ല ആ ഭാഗത്തേക്ക്. അപ്പോൾ ഞാൻ പോയപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ പറ്റിയിട്ട് അനുഭവസ്ഥ നമുക്ക് വല്ല അനുഭവിച്ചറിയണമല്ലോ. കാരണം അനുഭവിച്ചെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, മറ്റേച്ചാൽ കേട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നമ്മുടെ നാട്ടിൽ തന്നെ പറഞ്ഞിട്ട് ഒരുപാട് രോഗികളിപ്പം വൈദ്യുതി ചെറുവത്തൂർ വരുന്നതായിട്ട് ചെറുവത്തൂരിൽ പോയിട്ട് കൈതക്കാട് എന്ന പ്രദേശത്ത് അവിടെ എല്ലാ ആഴ്ചയും ചൊവ്വാഴ്ച കൺസൾട്ടിങ് നടത്തുന്നുണ്ട്. അവിടെ ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിൽ നിന്ന് പോയിട്ട് അൽഹംദുലില്ലാ ഏകദേശം ആൾക്കാർക്കും ആ പോയതിനേക്കാളും നല്ല വ്യത്യാസവും നല്ല ഒരു റാഹത്തെല്ലായിട്ടുണ്ട്, ഇതായിട്ടുണ്ട്, മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മെഡിക്കൽ ഇത്ര ആൾക്കാർ ഇപ്പോൾ ഇന്നിവിടെ 400 ചില്ലാൾ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഏകദേശം ഒരു 200ൻ്റെ മുകളിൽ നമ്മളെ നാട്ടുകാരനെ ആയിരിക്കും. കാരണം അത്ര ബുദ്ധിമുട്ടുള്ള ആൾക്കാരനെ ഇത് അറിഞ്ഞിട്ട് വന്നതാണ് മൂപ്പർ ചികിത്സ തേടാൻ വേണ്ടി. നേരിട്ട് അനുഭവമുണ്ട്, കുറേ ആൾക്കാർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഒരു മാറ്റമുണ്ട്. നേരിട്ട് അനുഭവം ഉണ്ടായതുകൊണ്ടല്ലോ അവർ വന്നത്. അനുഭവം ഇല്ലാതെ ഒരിക്കലും ഇങ്ങനെ വരില്ലല്ലോ. കാരണം ഇവിടെ വരുന്ന ഇപ്പോൾ ഈ മെഡിക്കൽ ക്യാമ്പിൽ വന്നതിന് ഏകദേശം ആൾക്കാരും ചെറുവത്തൂരും മറ്റേ അവിടുത്തെ എല്ലാം പോയിട്ട് ചികിത്സ തേടിയ ആൾക്കാരാണ് പിന്നെയും വന്നത്. അവർക്ക് മാറ്റം ഉണ്ടാണ്ട് പിന്നെ മാറ്റമില്ലാണ്ട് പിന്നെ അവർക്ക് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലെന്നില്ലല്ലോ. അവർക്കെല്ലാം നല്ല അനുഭവമുണ്ട്, നല്ല മാറ്റമുണ്ട്, എല്ലാവർക്കും ഒരുപാട് നല്ല വേദനയും അതെല്ലാം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് അടിസ്ഥാനത്തിലാണ് ഏകദേശം ആൾക്കാർ ഇങ്ങോട്ട് വന്നത്. ഇതോടെ മാറിക്കിട്ട സാധ്യത വളരെ കുറവാണെങ്കിലും ആശ്വാസം കിട്ടും. കാരണം 2 സർജറി ചെയ്ത് ഓപ്പറേഷൻ ചെയ്ത് ചട്ടോട് മാറ്റി വെച്ചതാണ്. ഈ സർജറി ചട്ടോട് മാറ്റി വെച്ചാൽ ഏറ്റവും കുറേ 7 കൊല്ലത്തിനുള്ളിൽ നിൽക്കില്ല, വേദനകൾ വരാൻ തുടങ്ങും. പ്രായത്തിനനുസരിച്ചാണ് ഈ തൈലം ഉപയോഗിച്ചാൽ മാറ്റം കാണിക്കും, ആശ്വാസം ഉണ്ടാവും, 100% ആശ്വാസം കിട്ടും. ഏതപ്പാ പ്രായത്തിനനുസൃതമായിട്ട് വരുന്നതാണത്. പ്രായാധികത്തിൽ വരുന്ന രോഗങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ പല ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കാൻ പറ്റുമോ? തിരൂര് അഡ്മിറ്റ് ആകാൻ പറ്റുമോ? ഒന്ന് അഡ്മിറ്റ് ആക്കാൻ പറ്റുമോ? ഒരു 2 ആഴ്ച നിർത്തിയാൽ മതി, അതേ ഉഷാറായി തരാം. ഒന്ന് ആലോചിച്ച് നോക്കൂ.